ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒറ്റ യൂസിൽ നമ്മുടെ മുടി ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കാനും മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത്. ഇപ്പൊ പ്രൊമോഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടി വരാറുണ്ട്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഇത് തേക്കും, അടുത്ത ദിവസം വേറെ തേക്കും എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 5 ആണ്. അപ്പൊ ഡേ 3 നമ്മൾ മുടിക്ക് നല്ല രീതിയിൽ ഒരു മോയ്സ്ചർ തരുന്ന, മുടിക്ക് ഒരു ഓയിലി ഫീൽ തരുന്ന ഒരു പാക്ക് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ കണ്ട നല്ല ഓയിലി ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ, ഉള്ളില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ മുടിയുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു മുടിയുടെ ടെക്സ്ചർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ഇന്ന് നല്ലൊരു പാക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നൊരു കെരാറ്റിൻ പാക്ക് ആണ് കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കെരാറ്റിൻ പാക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ ഈ പാക്ക് ഇട്ട് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല ഉള്ളു വന്നൊരു ഫീൽ ആയിരിക്കും കേട്ടോ. നമുക്കുള്ള മുടി ഒരു ഡബിൾ ആയതുപോലെയുള്ള ഒരു ഫീൽ ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ മുടി ഒരു വിധത്തിൽ സ്ട്രൈറ്റൻ ചെയ്യാനും പിന്നെ നല്ല സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. പിന്നെ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഇങ്ങനെ കെരാറ്റിൻ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഈ പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇന്ന് നമ്മളൊരു പ്രോട്ടീൻ പാക്കും കൂടിയാണ് ചെയ്യുന്നത്. കെരാറ്റിൻ വിത്ത് പ്രോട്ടീൻ പാക്ക് ആണ്. ഞാൻ എപ്പോഴും പറയല്ലേ, ആഴ്ചയിൽ ഒരു തവണ നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തിയ പാക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ചലഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ പാക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോവുകയാണ്, അന്നത്തെ ദിവസം മുടി ഒരു ഭംഗിയില്ലാണ്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഈ കാണിച്ചു തരുന്ന പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ മുടിയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിലും നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് പാക്ക് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഉറപ്പോട് കൂടി ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്, കഴുകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കാം. നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് ഞാനിവിടെ തലേ ദിവസം കുതിർക്കാൻ ഇട്ടതാണ്. ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ അളവിൽ എടുത്തിട്ട് കഴുകിയിട്ടാണ് ഞാൻ കുതിർക്കാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 3 സ്പൂൺ അളവിലൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉഴുന്ന് നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് മാത്രമല്ല നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റിയെടുക്കാനും ഉഴുന്ന് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു അളവിൽ എടുത്തിട്ട് തലേദിവസം കഴുകിയിട്ട് നിങ്ങൾ കുതിർക്കാൻ ഇടുക. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ. ഒരു ചെറിയൊരു ബൗളിൽ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 സ്പൂൺ അളവിലൊക്കെ നിങ്ങൾക്ക് ചോറ് എടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് അരിയുടെ ചോറാണെങ്കിലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ വെച്ചതോ തലേ ദിവസം വെച്ചതോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോറ് നമ്മുടെ മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനും സ്ട്രൈറ്റൻ ചെയ്യാനും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചോറും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയും ഞാനിവിടെ ഏകദേശം ഒരു 4 സ്പൂൺ അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. തേങ്ങ നമുക്ക് എന്താ വെച്ചാൽ ഉഴുന്ന് അത്യാവശ്യം ഡ്രൈനസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഡ്രൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അല്ലെങ്കിൽ തൈര് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ബീട്രൂട്ട് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബീട്രൂട്ട് ഒരു കഷ്ണം എടുത്തിട്ട് അത് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ബീട്രൂട്ട് ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനും ആ ഒരു കളർ കിട്ടാനും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനായിട്ട് ഇനി ബീട്രൂട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്കിന് വേണ്ടത്. തീർന്നിട്ടില്ല കേട്ടോ, ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നിങ്ങൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിപ്പോൾ ഉഴുന്ന് കുതിർക്കാനിട്ട വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉഴുന്ന് കഴുകിയിട്ട് കുതിർക്കാനിടാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ആ വെള്ളം തന്നെ മതിയാവും കേട്ടോ. നിങ്ങൾ അരച്ച് നോക്കുക, ഭയങ്കരമായിട്ട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ലൂസ് ആക്കരുത്. കുറച്ചൊരു തിക്ക് ഫോമിലായിരിക്കണം നമ്മുടെ പാക്ക് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ആയിപ്പോയി ലൂസ് ആയി പോയെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചോറ് ചേർത്താൽ അത് തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിൽ നമ്മൾ ചോറ് ചേർത്തിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ പാക്ക് ലൂസ് ആയിരിക്കും കേട്ടോ, വെള്ളം പോലെ ആയിരിക്കും. ചോറ് ചേർത്തുകൊണ്ട് മാത്രമാണ് നമുക്കിതുപോലെ തിക്കായിട്ട് നമ്മുടെ പാക്ക് കിട്ടുന്നത്.
അപ്പൊ ഞാനിതാ പാക്ക് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. പാക്കിന്റെ കളർ നല്ല അടിപൊളി കളറാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫോമിലാണ് നമുക്ക് പാക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ട് കുറച്ച് ചോറിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. പിന്നെ വലിയ രീതിയിൽ ഹെയർ ഫോൾ ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് തിക്കായിട്ട് പാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ലൈറ്റ് ആയിട്ട് പാക്ക് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് പ്രോട്ടീൻ പാക്കും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ട മൊത്തമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു മുട്ടയുടെ വെള്ള നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ മുട്ടയൊക്കെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇന്നത്തെ പാക്കിൽ നിന്ന് മുട്ട സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട ഉപയോഗിക്കാത്തവർ വിചാരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ലേ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ആ ഒരു പ്രോട്ടീൻ്റെ ആ ഒരു റിസൾട്ടും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയും നമ്മുടെ പാക്കും തമ്മിൽ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ടയുടെ വെള്ളം കൂടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ പാക്ക് കുറച്ചും കൂടി ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് പാക്ക് തയ്യാറാക്കി എടുക്കാം. എൻ്റെ പാക്ക് ഇന്ന് അത്യാവശ്യം ലൂസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ബീട്രൂട്ട് ചേർത്താറാണ്. ബീട്രൂട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കളറിലായിരിക്കും നിങ്ങൾക്ക് പാക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ്റെ പാക്ക് നമ്മൾ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ തേക്കുന്നത് അത് എടുത്തിട്ട് കുറച്ച് തേച്ചാൽ മതി. ഒരുപാട് തേക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിൽ മുടിയിൽ തേച്ച് കൊടുക്കാം. നമ്മുടെ മുടി ഇന്ന് എന്തായാലും ഓയിലി ആണ് എങ്കിലും കുറച്ച് തേച്ച് കൊടുക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്, ചോറ് ചേർത്തിട്ടുണ്ട്, മുട്ട ചേർത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻറ്റും അത്യാവശ്യം നമ്മുടെ മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേദിവസം ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഓയിലൊന്നും തേക്കരുത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പം ഞാൻ കാണിച്ച രീതിയിലുള്ള കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പാക്ക് തേക്കാം കേട്ടോ. അപ്പോൾ പാക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ പാക്ക് അത്യാവശ്യം കൂടുതലാണ് കേട്ടോ. കുറേ ഹെയർ ഉള്ളവർക്കൊക്കെ തേക്കാൻ പറ്റിയ ഒരു അളവിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ഹെയർ ഉള്ളവരാണെങ്കിലും ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ തേച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിൽ തേച്ച് കൊടുക്കുക. നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ തേച്ച് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. കാരണം മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറണമെങ്കിൽ നമ്മൾ എന്തായാലും മുടിയിൽ തേക്കണമല്ലോ. അപ്പോൾ സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്തായാലും നിങ്ങൾ മുടിയിൽ തേക്കണം. പിന്നെ എന്നോട് മോർണിംഗ് ഹെയർ കെയർ റുട്ടീനും നൈറ്റ് ഹെയർ കെയർ റുട്ടീനും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് കരുതിയിട്ടാണ് ഞാനത് എടുത്ത് പറയാതിരുന്നത്. അപ്പോൾ മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ മുടിയൊക്കെ പിന്നെ കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ടൊന്ന് ചീകി കെട്ടൊക്കെ കളഞ്ഞ് ഹെയർ സെറോ ടോണറോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ലേശം സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ചീകി കെട്ടി വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് രാവിലെ അതേപോലെ തന്നെ നമ്മളിപ്പം എണീറ്റ് വന്ന് അതേപോലെ തന്നെ മുടി ഇങ്ങനെ കെട്ടൊക്കെ നമ്മൾ കിടന്നു കഴിയുമ്പോൾ കെട്ടൊക്കെ കൂടിയിട്ടുണ്ടാവില്ലേ, അതേപോലെ തന്നെ ഇടാതെ രാവിലെ എണീറ്റ് ഒന്ന് ചീകി കുറച്ച് ഹെയർ സെറൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് ചീകി കെട്ടി വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ എന്തായാലും ഇപ്പോൾ രാവിലെ മുടിയൊക്കെ കഴുകി കെട്ടിയിട്ടൊക്കെയല്ലേ പോവുക. വീട്ടിലിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. മുടി അങ്ങനെ തന്നെ പിന്നെ കെട്ട് പിടിച്ച് അങ്ങനെ തന്നെ ഇടാതെ ഒന്ന് ചീകി കെട്ട് കളഞ്ഞ് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷെ നമ്മുടെ ഹെയർ കെയറിലെ മെയിൻ ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ സ്കാൽപ്പിൽ നിങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ മുടിയിൽ തേക്കുന്ന സമയത്ത് മുടിയുടെ തുടക്കം മുതൽ എൻഡ് വരെ തേച്ച് കൊടുക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തത് തന്നെ തിരിച്ചും മറിച്ചും ചെയ്യുന്നു എന്നിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത പാക്കുകൾ അവർ നമ്മളെ മുമ്പത്തെ വീഡിയോ കാണാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചലഞ്ച് ആകുമ്പോൾ അങ്ങനെ വെറൈറ്റി പാക്കുകൾ ട്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരിക്കലും പറ്റില്ല. റിസൾട്ട് തരുന്ന പാക്കുകൾ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നിങ്ങൾക്കും ഇഷ്ടം എന്ന് എനിക്കറിയാം. നമുക്ക് എപ്പോഴും റിസൾട്ട് അല്ലേ വേണ്ടത്, വെറൈറ്റി ആയിട്ടുള്ള പാക്കുകൾ ചെയ്യാനല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വർത്താനത്തിൻ്റെ ഇടയിൽ പാക്ക് തേക്കൽ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടിയുടെ പിന്നെ തുടക്കം തൊട്ട് എൻഡ് വരെ നിങ്ങൾ വലിച്ചു പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. പിന്നെ കമൻറ്റിൻ്റെ കാര്യം പറയുമ്പം ഇതുപോലെ തന്നെ എനിക്ക് വേറൊരു കമൻറ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ,
പിന്നെ നിങ്ങളിങ്ങനെ ചെയ്ത് തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞില്ല അതേപോലെ തന്നെ ചെയ്ത് തന്നെ ചെയ്യുന്നു, അത് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചല്ല, ഒരു കമൻറ്റ് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമായി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇത് മാത്രമല്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യാം. നിങ്ങൾക്കറിയാലോ, പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പൈസ കിട്ടും. പക്ഷേ എനിക്ക് ഒരു ഡെയിലി ബേസിൽ എന്ന് പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് പ്രൊമോഷൻ്റെ പ്രൊഡക്റ്റുകൾ എനിക്ക് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഹെയർ കെയർ ചെയ്യുന്ന കാരണം ഹെയർ കെയറുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളാണ് നമുക്ക് കൂടുതലായിട്ടും പിന്നെ ഇങ്ങനെ പ്രൊമോഷൻ വരുന്നത്. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇത് തേക്കൂ, അടുത്ത ദിവസം നിങ്ങൾ ഇത് തേക്കൂ, ഇത് തേച്ചാൽ നല്ലതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് പ്രൊമോഷൻസ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. നിങ്ങൾക്കും അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ പ്രൊമോഷൻ ചെയ്യുള്ളൂ. ഒരിക്കലും എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്യില്ല. അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെ പ്രൊഡക്റ്റുകൾ പറയുമ്പോൾ കൂടുതലായിട്ടും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഇല്ലേ, അതാണ് കേട്ടോ എനിക്ക് പ്രൊമോഷനിൽ കൂടുതലായിട്ടും വരാറുള്ളത്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇപ്പം എന്നോട് ചിലർ ചോദിക്കലുണ്ട്, ചേച്ചി ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചോട്ടെ, ഇത് കഴിച്ചാൽ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് വരെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു സപ്ലിമെന്റ്സ് നിങ്ങൾ കഴിക്കണം എന്നാണെങ്കിൽ അത് എന്നോട് ചോദിക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുക, ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ഉള്ളിലേക്ക് കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പോയി കഴിക്കാൻ നിൽക്കരുത്. നിങ്ങളൊരു ഡോക്ടറെ കാണുക, ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണമെങ്കിൽ ഇത് തേക്കൂ അത് തേക്കൂ എന്നിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ സ്വന്തം വീട്ടുകാരെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത്രത്തോളം അടുപ്പുണ്ട്. കാരണം നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. അജി പറഞ്ഞു തന്നാൽ എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും എൻ്റെ ചാനലിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നെ പോലെ തന്നെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവില്ല. ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുകാരെ നമ്മൾ ഒരിക്കലും ചതിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളെയും കണ്ടിട്ടുള്ളത്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി നിങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഞാൻ ചെയ്യില്ല കേട്ടോ. അപ്പം ഞാനിത് ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിലും മുടിയിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടിയിൽ നിങ്ങൾ എന്തായാലും തേച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഇത് മാറ്റിയെടുക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ പാക്ക് തേച്ചിട്ട് കെട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഇതുപോലെ തന്നെ വെക്കുക. നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു മടക്ക് അവിടെ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വെക്കാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും കഴുകുന്ന കാണിക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ കഴുകുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ വേറെ ഒന്നും ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ കഴുകുന്നത് കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു പാക്ക് തേച്ചിട്ട് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നേരമൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അത്ര നേരം വെച്ചിട്ട് നിങ്ങൾ കഴുകുക. ഒട്ടും തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴുകേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേച്ചിട്ടുള്ള പാക്ക് നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു സമയം വരെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുടി കഴുകി ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും അറിയാൻ വേണ്ടി പറ്റൂട്ടോ. മുടി നല്ല രീതിയിൽ ബൗൺസി ആയിട്ടുണ്ടാവും, നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവും, നല്ലൊരു ഷൈനിങ് ഒക്കെ മുടിക്ക് ഉണ്ടാവും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് റിസൾട്ട് കാണിക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ ചലഞ്ച് ആയതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം തന്നെ വീഡിയോ വരേണ്ടതാണ്. അപ്പോൾ കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായിരിക്കും ഇതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് അറിയാം. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത വീഡിയോ ഉണ്ടല്ലോ, അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ റിസൾട്ട് എന്തായാലും കാണിച്ചു തരാം. പിന്നെ നമ്മൾ മുമ്പ് ഇതിന്റെ കെരാറ്റിൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചെയ്തിട്ട് റിസൾട്ട് ഒക്കെ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചിലെ 5ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു കെരാറ്റിൻ പാക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പാക്ക് ചെയ്യുന്ന ദിവസം നൈറ്റ് ഹെയർ കെയർ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹെയർ കെയർ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ 6ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്തു കൊടുക്കുക. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് വെറുതെ വെള്ളത്തിലൊന്നും മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യുന്ന ദിവസം നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നുണ്ട്. ചലഞ്ച് ചെയ്യാത്തവർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കെരാറ്റിൻ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം ഈ പാക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനും ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.